ഹരി ഓം. ഹരി ഓം. ഭഗവത്ഗീത 17-ാം അധ്യായം, സപ്തദശോധ്യായ. അഥ സപ്തദശോധ്യായ. അർജുന ഉവാച. യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതാഃ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമഃ. ശ്രീഭഗവാനുവാച. ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജാ സാത്വികി രാജസി ചൈവ താമസി ചേതി താം ശൃണു. ഇങ്ങനത്തെ ചില വാക്കുകൾ ചൈവ എന്ന് പറഞ്ഞാൽ ച ഏവ, അതുപോലെ ചേതി ച ഇതി എന്നാണ്. അതൊന്നിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വന്നിരിക്കുന്ന ച ഒന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് തുല്യമായ ഒരു വാക്കാണ്, ഒരു പ്രയോഗമാണ് ച. ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികി രാജസി ചൈവ താമസി ചേതി താം ശൃണു. 3 തരം സ്വഭാവങ്ങളുണ്ട് ശരീരം എടുത്തവർക്ക്. അത് സാത്വികം, രാജസം, താമസം എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, ചാൻഡിങ്ങിൻ്റെ ഒരു ക്ലാസ് പോലെയാണല്ലോ ഇത് എടുക്കുന്നത് കൊണ്ട്. എന്നാലും മനസ്സിലാക്കിയിരിക്കാൻ ഈ ച ഇതി ചൈവ എന്നൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ ശ്രദ്ധിച്ചോണം. ച ഏവ ആണ് ചൈവ, ച ഇതിയാണ് ചേതി. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ. അവിടെ നിർത്തണം. യോ യത് ശ്രദ്ധ സ ഏവ സഹ. യോ യത് ശ്രദ്ധ, യത് ശ്രദ്ധയാണ്, യത് ശ്രദ്ധയായത്. യത് ശ്രദ്ധ സ ഏവ സഹ. യജന്തേ സാത്വിക ദേവാൻ. 8 അക്ഷരം കൊണ്ട് അവിടെ ദേവാൻ നിർത്താം. എന്നിട്ട് ഇനിയ ആണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ വെട്ടിയിട്ട് യക്ഷരക്ഷാംസി രാജസാം. യക്ഷരക്ഷാംസി എന്നാണ് ആ വാക്ക്. ഒന്നിച്ചെഴുതിയിരിക്കുമ്പോൾ ഇനിയാന്ന് വരും, ഒന്നിച്ചല്ല എഴുതിയിരിക്കുന്നതെങ്കിൽ ആരും അതിലൊന്നും ചെയ്യണ്ട. യജന്തേ സാത്വിക ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജനാഹ. ഒക്കെ വിസർഗമുണ്ട്. വിസർഗം ഉച്ചരിച്ചാണ് ഞാൻ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്, അതുകൊണ്ട് അതങ്ങനെ തന്നെ പോട്ടെ. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാഃ. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാഃ ദംഭാഹങ്കാരസംയുക്താഃ കാമരാഗബലാന്വിതാഃ കർഷയന്തഃ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ചൈവാന്തഃ ശരീരസ്ഥം. ഉണ്ടോ? മാം ച ഏവ അന്തഃശരീരസ്ഥം എന്നാണ് വാക്ക്. മാം ചൈവാന്തഃ ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ. താൻ വിദ്യാസുരനിശ്ചയാൻ കർഷയന്തഃ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ. ഗ്രാമം അചേതസഃ. അപ്പോൾ അതാ 2 മാ വന്നിരിക്കുന്നത്, ഒന്ന് അം എന്നാണ്. ഭൂതഗ്രാമം അചേതസഃ എന്ന് വായിക്കണമെങ്കിൽ അം എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോ, അല്ലെങ്കിൽ ആ എവിടെ എഴുതി മുകളിൽ എഴുതി ഇട്ടാൽ മതി, 2 മായുടെയും കൂടെ ഇടയ്ക്ക്. കർഷയന്തഃ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ. അചേതസ എന്നാണ് പറയേണ്ടത്, അതേ ഉള്ളൂ. മാം ചൈവാന്തഃ ശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ ആഹാരസ്ത്വപി സർവസ്യ. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ യജ്ഞസ്തപ്തസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. പിന്നെ കേട്ടാലും യജ്ഞസപ്തസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. ആഹാരം 3 വിധമുണ്ട്, അങ്ങനെ പറയുക.
ആഹാരസ്തു അഭി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ. ഈ 3 തരത്തിൽ, അതായത് സാത്വികമായിട്ടും രാജസമായിട്ടും താമസമായിട്ടും 3 തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക, ആഹാരമുണ്ട്. യജ്ഞങ്ങൾ തപസ് ദാനം തേഷാം ഭേദമിമം ശൃണു, അങ്ങനെയുണ്ട്. 3 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനാഹ. ഒന്നിച്ചാണെങ്കിൽ അവിടെ ഒരു പോസ് കൊടുക്കണം, ആരോഗ്യ കഴിഞ്ഞിട്ട്. ബലാരോഗ്യ സുഖപ്രീതി വിവർധനാഹ രസ്യ സ്നിഗ്ധ സ്ഥിരാ ഹൃദ്യ ആഹാര സാത്വിക പ്രിയ. സാത്വിക പ്രിയന്മാരായിട്ടുള്ളവർ കഴിക്കുന്ന ആഹാരം ഏത് വിധത്തിലുള്ളതാണെന്നാണ് ഈ പറഞ്ഞത്. ആയുസ്സത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർധനാഹ രസ്യ സ്നിഗ്ധ സ്ഥിരാ ഹൃദ്യ ആഹാര സാത്വിക പ്രിയാഹ. കട്ടു അമ്ളം അറിയില്ലേ, പുളിപ്പുള്ളത്. കടു അമ്ല ലവാത്യുഷ്ണ. കട്ടു അമ്ല ലവണാതി ഉഷ്ണ. കട്ടു അമ്ല ലവണാത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിനഃ ആഹാര രാജസസ്യേഷ്ട. രാജസാസി ഏഷ്ട അഷ്ട രാജസ്യേഷ്ട. ആഹാര രാജസസ്യേഷ്ടാഹ. ഇഷ്ടാഹ ഒന്നിച്ച് വായിച്ചാൽ മതി. ആഹാര രാജസസ്യേഷ്ടാഹ. അവിടെ ഒരു വിസർഗമുണ്ട് ചില പുസ്തകത്തിൽ, ചില പുസ്തകത്തിലില്ല. ദുഃഖ ശോകാമയപ്രദാഹ യാതയാമം ഗതരസം. യാതയാമം എത്ര യാമം കഴിഞ്ഞതിന് ശേഷമുള്ള രസങ്ങളെല്ലാം പോയി. അങ്ങനെയുള്ള ഭക്ഷണം എങ്ങനത്താണെന്നാണ് പറയുന്നത്? താമസമാണെന്ന്, താമസപ്രിയമാണ്. പൂതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമേധ്യം. അമേധ്യം എന്നുവെച്ചാൽ അഴുക്കായതൊക്കെ. ഭോജനം താമസപ്രിയം അഫലാകാംക്ഷിഭിർയജ്ഞോ. യജ്ഞമുണ്ട് ഈ 3 വിധം. ഫലമൊന്നും കാംക്ഷിക്കാത്ത. കാംക്ഷിഭിർയജ്ഞോ വിധി ദൃഷ്ടോ യുജ്യതേ. യഷ്ടവ്യം ഏവേദി മനഃ സമാധായ സാത്വികഃ. സാത്വികമായ യജ്ഞം അതാണ്, ഒന്നും മോഹിക്കാതെ ചെയ്യുന്നത്. അഭിസന്ധായതു ഫലം ദംഭാർത്ഥം അപി ചൈവ യത്. അഭിസന്ധായതു ഫലം ദംഭാർത്ഥം. ദംഭം കൊണ്ട് ഞാനിതൊക്കെ ചെയ്തെന്ന് വരുത്താൻ വേണ്ടി. ദംഭാർത്ഥം അപി ചൈവ യത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. ഒരു യജ്ഞം നടത്തുമ്പോൾ വിധിഹീനം, വിധിപ്രകാരം വേണം ചെയ്യാൻ. അതുപോലെ തന്നെ അന്നം കൊടുക്കണം, ആ സൃഷ്ട അന്നമില്ലാത്തത്. മന്ത്രഹീനം, മന്ത്രം വേണം ആ യജ്ഞത്തിന്, ആ മന്ത്രമില്ലാതെ. ആ ദക്ഷിണ ഇല്ലാതെ. ശ്രദ്ധാവിരഹിതം, ശ്രദ്ധയില്ലാതെ ഏത് യജ്ഞം നടത്തുന്നോ അത് താമസ യജ്ഞമാണ്. കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. 3 വിധ യജ്ഞങ്ങളുണ്ട്. എങ്ങനെ ആഹാരം 3 വിധമുണ്ട്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയുന്നത് നമ്മളെ നടത്തുന്ന ഒരു യജ്ഞങ്ങൾ നടത്തുമല്ലോ, നമ്മുടെ നാട്ടിലുമൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനത്തെ യജ്ഞങ്ങളിൽ ഇതുപോലെയുള്ള യജ്ഞം താമസമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. വിധിഹീനം അസൃഷ്ട അന്നം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം, ശ്രദ്ധയില്ലാതെ. യജ്ഞം താമസം പരിചക്ഷതേ. പിന്നെ ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം. ആ പ്രാജ്ഞ വരെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ 8 അക്ഷരം. പക്ഷേ ആ പൂജനമൊന്നും കൂടി ഒന്നിച്ചങ്ങ് വായിക്കുകയാണെങ്കിൽ ഭംഗിയായിട്ടിരിക്കും. അർത്ഥം
അർത്ഥം കൂടെ വരും അതിനകത്ത്, അല്ലെ അവിടെ ഒരു മുറിച്ച പോലെ വരും. ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാ ച ശാരീരം തപ ഉച്യതേ. അനുദ്വേഗകരം വാക്യം, നമ്മൾ സംസാരിക്കുന്ന രീതി, അത് വാക്യം. സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹഃ ഭാവസംശുദ്ധിരിത്യേതത്. ഇത്താ വന്നിരിക്കുന്നത് എൻ്റെ പുസ്തകത്തിലെയാണ് കേട്ടോ. ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ. തപോ മാനസം തൊട്ട് നാലാമത്തെ പാദം തുടങ്ങുന്നത് അങ്ങനെയാണ്. തപോ മാനസമുച്യതേ. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈഹി. അതായത് തപസ്സും 3 വിധമുണ്ട്. അഫലാകാംക്ഷിഭിർ യുക്തൈഹി. അതാണ് യു വന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞത് പല പുസ്തകങ്ങളിലും പല രീതിയിലായിരിക്കും അച്ചടിച്ചിരിക്കുന്നത്. അത് നമ്മളിതിനകത്ത് മാറ്റുന്നത് പുസ്തകത്തിലെ തെറ്റ് തിരുത്തുകയല്ല. ഞാൻ പറഞ്ഞല്ലോ, പുസ്തകത്തിലെ തെറ്റ് നമ്മളുടെ വായിക്കാനുള്ള സൗകര്യാർത്ഥം അതൊന്ന് പിരിച്ചെഴുതുന്നതേ ഉള്ളൂ. അഫലാകാംക്ഷിഭിർ യുക്തൈഹി യുക്തൈഹി സാത്വികം പരിചക്ഷതേ സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയത്തെ തദിഹ പ്രോക്തം രാജസം ചലം അധ്രുവം. രാജസമാണ് അങ്ങനത്തെ തപസ്സുകൾ. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയത്തെ തപഃ. യത് വരെ മതി, അത് കഴിഞ്ഞ് ഒന്നിച്ച് വായിക്കേണ്ടതാ. പീഡയാ ക്രിയത്തെ തപഃ. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയത്തെ തപഃ. ഇങ്ങനെ ചെയ്യുന്ന തപസ്സുകൾ പരസ്യോത്സാദനാർത്ഥം വാ തത് താമസമുദാഹൃതം. അങ്ങനെയുള്ള തപസ്സുകൾ തപസ്സുകളാണെന്ന്. പരസ്യം എന്ന് വെച്ചാൽ വലിയ ആളുകൾ, അത് എല്ലാവരും അറിയപ്പെടാൻ വേണ്ടിയിട്ടും ഒക്കെ. മൂഢഗ്രാഹേണ ആത്മനോയത് പീഡയാ ക്രിയതേ തപ. പീഡിപ്പിച്ച് ചെയ്യുന്നത്, ശരീരത്തിനെയൊക്കെ പീഡിപ്പിച്ചവർ ചെയ്യുന്നില്ല. പരസ്യോത്സാദനാർത്ഥം വാ താമസമുദാഹൃതം. തതെന്ന് പറഞ്ഞോണം, എന്നിട്ട് താമസമുദാഹൃതം. അപ്പോൾ മനസ്സിലാകും കേൾക്കുന്നവർക്കും നമ്മൾ വായിക്കുന്ന നമുക്കും. ദാതവ്യം ഇതി യദ്ദാനം ദീയതേനുപകാരിണേ. ഉണ്ടോ? ദാതവ്യം, ദാനം ചെയ്യുന്നത് കാര്യമാണ്. അതും 3 തരത്തിലുണ്ട്. ദാതവ്യം ഇതി യദ് ദാനം, യത് ദാനം, യദ്ദാനമായത്. ദീയതേനുപകാരിണേ, ദീയതേ അനുപകാരിണേ. ദേശേ കാലേ ച പാത്രേ ച തദ് ദാനം സാത്വികം സ്മൃതം. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ് ദാനം രാജസം സ്മൃതം. അദേശകാലേ യത് ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത് താമസമുദാഹൃതം. അദേശകാലേ യത് ദാനം, അവിടെ നിർത്തണം. അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. ഓം തത്സത് ഇതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാഃ പുരാ. തസ്മാത് ഓം ഇത്യുദാഹൃത്യ. അതിനകത്ത് 3 വാക്കുകളാണ്. തസ്മാത് ഓം ഇതി ഉദാഹൃത്യ.
4 വാക്കുകൾ. തസ്മാത് ഓം ഇതി ഉദാഹൃത്യ, ഒന്നിച്ച് വായിച്ചാൽ മതി. തസ്മാത് ഓം ഇത്യുദാഹൃത്യ, ആ ഓം എന്നുള്ളത് കേൾക്കണം. തസ്മാദോമിത്രിയ അങ്ങനെ വായിക്കരുത്. തസ്മാത് ഓമിത്രിയുദാഹൃത്യ എന്ന് വായിക്കണം. എന്നാലേ ഓം എന്നുള്ളത് നമുക്ക് വേറെ തിരിച്ച് മനസ്സിലാവുകയുള്ളൂ. തസ്മാത് ഓമിത്രിയുദാഹൃത്യ യജ്ഞദാന തപക്രിയാഃ യജ്ഞദാന തപക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താഃ. വിസർഗം അവിടെ പറയാം. സതതം ബ്രഹ്മവാദിനാം തദിധ്യന്നഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാഃ ക്രിയന്തെ മോക്ഷകാംക്ഷിഭിഃ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സത്ശബ്ദ എന്നാണ്. സത്ശബ്ദ പ്രശസ്തേ കർമ്മണി തഥാ സത്ശബ്ദ പാർത്ഥ യുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതിസ്സദിതി ചോച്യതേ. സ്ഥിതിസ്സദ് പറയണം. സ്ഥിതിസ്സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ. അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ച യത് അസദിത്യുച്യതേ പാർത്ഥ. അസദിത്യുച്യതേ പാർത്ഥ. അവിടം വരെ. നച തത് പ്രേത്യ നോ ഇഹ. നച തത് പ്രേത്യ നോ ഇഹ. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ ശ്രദ്ധാത്രയവിഭാഗയോഗോ നാമ 17 ഹരി ഓം.